എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് യേശുദാസ് സെബാസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. എനിക്ക് ഓൾറെഡി ഒരു ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ അത് പോയി നോക്കാം. അപ്പോൾ ഈ ചാനലിൽ ഞാൻ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് കാലിസ്റ്റനിക്സിനെ കുറിച്ചും പിന്നെ ഫിറ്റ്നസിനെ കുറിച്ചും ആയിരിക്കും. അപ്പോൾ കാലിസ്റ്റനിക്സ് എന്താണെന്ന് മിക്കവർക്കും അറിയണമെന്നില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചുരുക്കി പറയാം. കാലിസ്റ്റനിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബോഡി വെയ്റ്റ് എക്സസൈസൊക്കെ എല്ലാം കാലിസ്റ്റനിക്സിൻ്റെ ഭാഗമാണ്. ഈ പുഷപ്പ്, പുള്ളപ്പ്, പിന്നെ സ്ക്വാട്സ് ഇതൊക്കെ എല്ലാം കാലിസ്റ്റനിക്സിൻ്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് പുഷപ്സ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ പുഷപ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഇനി അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ പുഷപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാലിസ്റ്റനിക് എക്സസൈസ് ആണ്. നമ്മുടെ ചെസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രൈമറി മസിൽസ്. പിന്നെ നമ്മുടെ ഷോൾഡറും ട്രൈസെപ്സും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ മസിൽസ് എങ്കിലും നമ്മുടെ ബോഡിയിലെ എല്ലാ മസിൽസും ഉപയോഗിക്കാറുണ്ട്. ഇതൊരു കോമ്പൗണ്ട് എക്സസൈസ് ആണ്. അതാണ് മിക്കവരും മനസ്സിലാക്കാത്തൊരു കാര്യം. അപ്പോൾ മിക്കവരും ഈ പുഷപ്സ് തെറ്റിച്ചുള്ള കാര്യവും അത് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുഷപ്സ് ചെയ്യണമെന്ന് തന്നെ പറയാം. അപ്പോൾ പുഷപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ ഒരു പ്ലാങ്ക് പോസ്റ്റിൽ നിൽക്കണം. അപ്പോൾ പ്ലാങ്ക് പോസ്റ്റിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൈ വെക്കുന്നത് ഷോൾഡർ വിഡ്ത്തിനായിരിക്കണം, ഏകദേശം ഷോൾഡർ വിഡ്ത്തിലായിരിക്കണം. പിന്നെ നമ്മുടെ കാല് വെക്കുമ്പോൾ നമ്മൾ അത് അടുപ്പിച്ച് വെക്കണം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അകത്തി വെക്കാം കാല്, പക്ഷേ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രമായിരിക്കണം. ബാലൻസ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ നമ്മുടെ കാലെപ്പോഴും നമുക്ക് കൂട്ടി വെക്കണം. കാരണം അത് നമ്മുടെ കോറിനെ കുറച്ചും കൂടി ബെനിഫിഷ്യലാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഫിംഗേഴ്സ് ഒരിക്കലും പറ്റി അടുപ്പിച്ച് വെക്കാനോ അല്ലെങ്കിൽ കൂടുതൽ അകത്തി വെക്കാനോ പാടില്ല. എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ രീതിയിൽ വേണം വെക്കാൻ. പിന്നെ ഒരിക്കലും നമ്മുടെ മുഖം കൂടുതൽ താഴത്തായിട്ട് നോക്കാനോ അല്ലെങ്കിൽ പൊക്കത്തായിട്ട് നോക്കാനോ പാടില്ല. ഏകദേശം 45 ഡിഗ്രി ആംഗിളിൽ വേണം നോക്കാൻ. നേരെ നോക്കണമെന്നില്ല, ഏകദേശം 45 ഡിഗ്രി ആംഗിളിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് വേണം നോക്കാൻ. പിന്നെ നമ്മുടെ ടോസ് എപ്പോഴും പൊക്കത്തോട്ട് മടക്കി വേണം വെക്കാൻ. അതെല്ലാവരും അങ്ങനെയൊക്കെ വെക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചേക്ക്. ഇനി തെറ്റായിട്ട് ചെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ അത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരിക്കലും നമ്മുടെ ബട്ടക്സ് കൂടുതൽ പൊങ്ങാനോ കൂടുതൽ താഴാനോ പാടില്ല. മിക്കവരും ചെയ്യുന്ന മിസ്റ്റേക്കാണത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കാണ് നമ്മുടെ ബട്ടക്സ് കൂടുതൽ പൊങ്ങിപ്പോവും, അല്ലെങ്കിൽ അത് തൂങ്ങി താഴ്ത്തായിട്ട് കിടക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ബട്ടക്സ് ഒരിക്കലും സാഗ് ചെയ്ത് കിടക്കാൻ പാടില്ല. അത് നമ്മുടെ ലോവർ ബാക്കിന് ഇഞ്ചുറി ഉണ്ടാക്കും. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ കോർ ടൈറ്റ് ആക്കി വെക്കുക. പിന്നെ ബട്ടക്സ് സ്ക്വീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോഡി ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരും. നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ലൈൻ അടിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ തല തൊട്ട് കാല് വരെ എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ അടിക്കണം. അപ്പോൾ ഇതാണ് പ്ലാങ്ക് പൊസിഷൻ. അപ്പോൾ ഇനിയാണ് നമ്മൾ പുഷപ്സിൻ്റെ മെയിനായിട്ടുള്ള സംഭവത്തിലേക്ക് കിടക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി നമ്മുടെ ബോഡി ലോവർ ചെയ്യണം. എവിടെ വരെയാണ് ലോവർ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ എൽബോ 90 ഡിഗ്രി ആംഗിൾ എത്തണ വരെ നമ്മൾ ലോവർ ചെയ്യണം. പിന്നെ കൈ മടങ്ങുമ്പോൾ അതൊരു 45 ഡിഗ്രി ആംഗിൾ നമ്മുടെ ബോഡിയോട് ചേർന്ന് വേണം മടങ്ങാൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുഷപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തള്ളയാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ സങ്കല്പിച്ചു വേണം തള്ളാൻ. അല്ലെങ്കിൽ ആരും തള്ളണ പോലെ ആരും തള്ളാൻ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഒരിക്കലും ഇങ്ങനെ തള്ളാറല്ലേ. കുറേ പേര് പുഷപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പുഷപ്പ് ചെയ്യുക. അതൊന്നും സംഭവം നിങ്ങൾക്ക് വഴിയില്ല. പുഷപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു 45 ഡിഗ്രി ആംഗിൾ നമ്മുടെ കൈ തൊട്ട് വെച്ച് കൊടുക്കണം. അത് കുറേ പേര് തെറ്റ് വരുത്താറുണ്ട്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അത് നമ്മുടെ ഷോൾഡർ ബ്ലേഡിന് ഇഞ്ചുറി വരുത്താൻ സാധ്യത കൂടുതലാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുഷ് ചെയ്ത് പൊങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഫ്ലോറിലേക്ക് ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ പൊങ്ങും. അത് സിമ്പിൾ കാര്യമാണ്. നമ്മുടെ കൈ സ്ട്രെയിറ്റ് ആണവരെയാണോ നമ്മൾ പൊങ്ങണത്, കൈ സ്ട്രെയിറ്റ് ആണവരെ പൊങ്ങണം. പക്ഷേ ഒരിക്കലും നമ്മൾ കൈ ലോക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ പൊങ്ങുമ്പോൾ മിക്കവരും അടുത്തുള്ള കാര്യം എന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ ബലം പിടിച്ച് നമ്മുടെ ബോഡി മൊത്തം ബലം കൊടുത്തത് വെറുതെ കിടന്ന് കഷ്ടപ്പെടും. അത് ഒഴിവാക്കുക. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞാൽ തള്ളുക. ഒരാളെ തള്ളുന്ന പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റിന് തള്ളി മാറ്റുന്ന പോലെ ഫ്ലോറിലേക്ക് തള്ളുക. സിമ്പിളായിട്ട് നമുക്ക് പൊങ്ങി വരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് പുഷപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്നിക്ക് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി വേണമെങ്കിൽ മിറർ വെക്കാം. ആ മിറർ നോക്കിയിട്ട് കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം കറക്റ്റാണോ ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആണോ അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ കണ്ണാടി കിട്ടുന്നില്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ബ്രീത്തിങ് ആണ്. മിക്കവരും എന്നോട് ചോദിച്ചുള്ള ഡൗട്ടാണ് എങ്ങനെയാണ് പുഷപ്പ് ചെയ്യുമ്പോൾ ശ്വസിക്കേണ്ടത്. അപ്പോൾ അത് സിമ്പിളാണത്. നമ്മൾ താഴുമ്പോൾ ശ്വാസം അകത്തായിട്ട് വലിക്കണം. പിന്നെ പുഷ് ചെയ്യുമ്പോൾ ശ്വാസം പുറത്തായിട്ട് വരണം. അത്രയുള്ള പരിപാടി. മിക്കവർക്കും നാച്ചുറലായിട്ട് വരുന്നതാണ് അത്. പിന്നെ ചിലർ മാത്രം തെറ്റിച്ച ആൾക്കാരുണ്ടെങ്കിൽ അത് നേരെ കറക്റ്റാക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ബട്ടനെ കുറച്ച് മാറിയിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. അപ്പോൾ അതേ പിടിച്ച് നോക്കിയിട്ട് ഓൾറെഡി പിടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അതിൽ വിട്ടുപോയി പറയാം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കണ്ട. പിന്നെ ഞാൻ പറയുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സ്പീഡ് വല്ല കൂടുതൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അറിയിക്കാൻ മടിക്കണ്ട. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താലും മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.